റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകളും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് ഉറപ്പു തരുന്നു. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ. നളഉ അലാമത്ത സ്വഹീഹ് അലൽ മുനാസിബ് അല്ലേ, അഥവാ ഇവിടെ താഴെ 5 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു 3 ഉത്തരങ്ങൾ ഓപ്ഷനുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നാണ് ശരി ഉണ്ടാവുക. ആ ശരിയുള്ളത് ശരിയിടാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മുമ്പത്തെ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബോക്സിൽ ശരി ഇടുമ്പോൾ ആ ബോക്സിൽ തന്നെ ശരി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. 2 കള്ളികളിൽ ശരി ഇടാനും പാടില്ല. അപ്പോഴതൊക്കെ മാർക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ജുനൈദുൻ വ നബീലുൻ അല്ലേ. ജുനൈദുൻ വ നബീൽ എന്ന് പറഞ്ഞാൽ ജുനൈദും നബീലും 2 ആളുകളുണ്ട്. ഇനി ഇവിടെ ഇവിടെ ഓപ്ഷൻസുകൾ തഖ്റുജു, ഖറജ, ഖറജ എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മുഫ്രദ്, മുസന്ന, ജംഅ് ഈ കാര്യങ്ങൾ നോക്കണം അല്ലേ. 1 ആണോ 2 ആണോ 2ൽ കൂടുതലുണ്ടോ നോക്കണം. അതേപോലെ തന്നെ മുദക്കർ, മുഅന്നസ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കണം. ഇവിടെ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇവിടെ ജുനൈദ് മുനബീൽ എന്ന് പറഞ്ഞാൽ ആണാണെന്ന് മനസ്സിലായി അല്ലേ, അപ്പോൾ മുദക്കറാണ്. അതുപോലെ തന്നെ 2 ആളുണ്ട്, ജുനൈദ് നബിയിൽ 2 ആളുണ്ട്, അപ്പോൾ മുസന്നയാണ്. അപ്പോൾ മുസന്ന മുദക്കറായ ഒരു ഫെയിലാണ് ഇതിനോട് യോജിക്കുക. തഖ്റുജു ആണോ ഖറജയാണോ ഖറജ എന്നാണോ. ഈ തഖ്റുജു എന്നുള്ളത് എന്താണ്, ഇവിടെ താ വന്നുകൊണ്ട് നമുക്ക് മുഅന്നസാന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതല്ല. പിന്നെ ഖറജ, ഖറജ മുദക്കറൊക്കെ തന്നെയാണ്, പക്ഷെ എന്താണ്, അത് മുഫ്രദാണ്. പക്ഷെ ഇവിടെ 2 ആളുണ്ടല്ലോ, 2 ആളുണ്ടായതുകൊണ്ട് അത് പറ്റൂല. അപ്പോൾ പിന്നെ യോജിക്കുന്നത് ഖറജ എന്നാണ്. അവർ 2 പേരും പുറപ്പെട്ടു എന്നർത്ഥം വരും. ജുനൈദും വനബീലും ഖറജ. ഇനി രണ്ടാമത്തത് വഖഫ് ലാസിമിൻ്റെ അടയാളം. ആദ്യം പറഞ്ഞത് ലിസാനിലെ ചോദ്യമാണ്, ഇപ്പോൾ തജ്വീദാണ്. വഖഫ് ലാസിമിൻ്റെ അടയാളം. വഖഫും അതേപോലെ അതിൻ്റെ അടയാളങ്ങളൊക്കെ പഠിച്ചു. ത്വാ, ഖാഫ്, മീം. അതിൽ വഖഫ് ലാസിമിൻ്റെ അടയാളം ഏതാണ്? മീമാണ്. വഖഫ് ലാസിം നിർത്തൽ നിർബന്ധം അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തത് ജുമാനത്തും വലബീബത്തുൻ. നേരത്തെ പറഞ്ഞത് ജുനൈദും വനബീലും എന്നാണ്. ഇവിടെ ജുമാന അതേപോലെ ലബീബ രണ്ടും ജുമാന ലബീബ എന്ന് പറഞ്ഞാൽ പെണ്ണാണ്, അപ്പോൾ മുഅന്നസാന്ന് മനസ്സിലായി. പിന്നെ 2 ആളുകളുണ്ട് അല്ലേ, അപ്പോൾ മുസന്നയാണ്. അപ്പോൾ മുസന്ന മുഅന്നസായ ഒരു ഫീലാണ് ഇവിടെ യോജിപ്പിക്കേണ്ടത്. ഖറഅത്തി എന്നുണ്ട്. ഖറഅത്തി എന്ന് പറഞ്ഞാൽ മുഅന്നസ് പെണ്ണിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്, പക്ഷേ ഇവിടെ മുഫ്രദാണ്, ഒരാളുള്ളൂ. പിന്നെ ഖറഅത്താ എന്നുണ്ട്, ഖറഅത്തു എന്നുണ്ട്. ഖറഅത്താ എന്നുള്ളതാണ്. ഖറഅത്തു എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുത്തക്കല്ലിമാണ് വരിക, ഞാൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ അത് പറ്റൂല. ഖറഅത്ത എന്ന് പറഞ്ഞാൽ അവർ 2 പേരും വായിച്ചു അല്ലെങ്കിൽ ഓതി എന്നൊക്കെ അർത്ഥം പറയാം. ജുമാനത്തും വലബീബത്തുൻ ഖറഅത്ത എന്നാണ് യോജിക്കുക. ഇനി അടുത്തത് 4ാമത്തത് ലൊമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ. ലൊമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടുന്നതിനെന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഷ്മാമ്, ഇമാലത്ത്, ഇത്ബാഖ്. ഏതാണ്? ഇഷ്മാമാണ് അല്ലേ. ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ. ഇല്ലാത്ത ഉമ്മന്ന എന്ന് നമ്മൾ പഠിച്ചല്ലോ, അതാണത്. പിന്നെ ഇമാലത്ത് പറഞ്ഞാൽ ഫത്തഹിൻ്റെയും കസറിൻ്റെയും അല്ലെങ്കിൽ അലിഫിൻ്റെയും യാഇൻ്റെയൊക്കെ ഇടയിൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്മാമാണ് ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടൽ, അവിടെ ടിക്ക് ചെയ്യാം. 5ാമത്തത് യാ അയ്യുഹൽ ബനാത്തു. ഹൽ എന്നാണ്. യാ അയ്യുഹൽ ബനാത്തു, ഓ പിന്നെ പെൺകുട്ടികളെ. ഹൽ ഇനി ഇതിലേതാ വേണ്ടത്? നിങ്ങൾ നിസ്കരിച്ചോ എന്നാണ് വേണ്ടത്. ഇവിടെ ബനാത്ത് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത്, പെൺകുട്ടികളാണ്, അപ്പോൾ മുഅന്നസാണ്.
പിന്നെ ജം ആണ്, കുറേ ഉണ്ടല്ലോ ബനാത്ത് പെൺകുട്ടികൾ, ജം ആണ്. അപ്പോൾ 2ൽ കൂടുതലുണ്ട്, പിന്നെ ജം ആണ്, 2ൽ കൂടുതലുണ്ട് പറഞ്ഞാൽ തന്നെ ജം ആണ്, പിന്നെ മുഅന്നസും കൂടിയാണ്. അപ്പോൾ ജം മുഅന്നസായ ഒരു ഫീലാണ് ചേർക്കേണ്ടത്. സൊല്ലൈത്തും, സൊല്ലൈത്തു, സൊല്ലൈത്തുന്ന. ഏതാ ഇവിടെ യാ എന്ന് കണ്ടാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് മുഖാത്തബായ ഫീലാണ് അവിടെ കൊടുക്കേണ്ടത്. ഏത് കൊടുക്കരുത്? ഗായിബ് കൊടുക്കരുത്, മുഖാത്തബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാ വരിക? സൊല്ലൈത്തുന്ന എന്നുള്ളതാണ് വരിക. ഹൽ യാ അയ്യുഹൽ ബനാത്തു ഹൽ സൊല്ലൈത്തുന്ന എന്നാണ് വരിക. ഈ ബനാത്തിൻ്റെ അവിടെ റിജാലൊക്കെ ആണെങ്കിൽ അഥവാ പുരുഷന്മാരാണെങ്കിൽ സൊല്ലൈത്തും എന്നാണ് വരിക. അപ്പോൾ യാ അയ്യുഹൽ ബനാത്തു, ഓ പെൺകുട്ടികളെ, ഹൽ സൊല്ലൈത്തുന്ന, നിങ്ങളെല്ലാവരും നിസ്കരിച്ചോ. അങ്ങനെയാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി നൂസിലു ബിൽ മുനാസിബി എന്നാണ്, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. അതിൽ പിന്നെ 5 ചോദ്യങ്ങളാണ് താഴെയുള്ളത്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹംസത്തുൽ വസ്ല്, തഖ്നുത്തു, ഖുർആൻ, ഹംസത്തുൽ ഖത്ത്, യഖ്റഉ. ഇങ്ങനെ രണ്ടും മിക്സറായിട്ടാണ്, തജ്വീദിൽ ലിസാനിലൊക്കെ മിക്സറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കുക. എന്താണ്? എല്ലാ ദിവസവും നാം ഓതണം. എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ടത് ഏതാണ്? ഖുർആനാണല്ലേ. ഖുർആൻ, ഇതാണ് ഒന്നിൻ്റെ ആൻസർ. എല്ലാ ദിവസവും നാം ഓതണം ഖുർആൻ. രണ്ടാമത്തത് കാനത്തിൽ ഉമ്മ ആയിരുന്നു. എന്തോ മറ്റേ നമ്മളെ പുസ്തകത്തിൽ അങ്ങനെ പഠിച്ചല്ലോ, എന്തോ ചെയ്യുകയായിരുന്നു എന്നൊക്കെ. അതെന്താണ്? തഖ്നുത്തു ആണ് രണ്ടാമത്തത്. കാനത്തിൽ തഖ്നുത്തു, ഉമ്മ കുനൂത്ത് ഓതുകയായിരുന്നു എന്ന് പറയാം. ഉമ്മ ആയതുകൊണ്ട് ഇവിടെ താ വന്നു. ഇനി അവിടെ ഉമ്മൻ്റെ പകരം അബാണെങ്കിൽ തഖ്നുത്തു എന്നുള്ളത് യഖ്നുത്തു എന്നായിട്ട് മാറും. ഇനി മൂന്നാമത്തത് വഖ്ഷൗനി എന്നതിൽ ഹംസ, അത് ഏത് ഹംസയാണ്? ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ത് ഒക്കെ പഠിച്ചല്ലോ. വഖ്ഷൗനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് കൂട്ടി പറയുമ്പോൾ ഈ ഹംസ ഉച്ചരിക്കുന്നില്ല. നേരെ മറിച്ച് ഈ വാ ഒഴിവാക്കി കണ്ടത് ഒറ്റക്ക് പറയുകയാണെങ്കിൽ ഇഖ്ഷൗനി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ ഹംസക്ക് പറയുന്ന പേരെന്താണ്? തുടക്കത്തിൽ അഥവാ ചേർത്ത് പറയുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തത്, തുടക്കത്തിൽ വരുന്നത്, അത് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ല് എന്ന് എഴുതാം. ഹംസത്തുൽ വസ്ല്, അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം. ഇനി 4 ഇന്ന അബീ എന്താണ്? തീർച്ചയായും എൻ്റെ പിതാവ്. ഇനി എന്നോട് യോജിക്കുന്നത് ഏതാണ്? ഇന്ന അബീ യഖ്റഉ എന്നാണ്. യഖ്റഉ ആണാണ്, അബ് എന്നുള്ളത് ആണാണ്. പിന്നെ മുഫ്രദാണ്, മുഫ്രദ് മുദക്കറായതാണ്. അപ്പോൾ മുഫ്രദ് മുദക്കറായ ഒരു ഫീലാണ് ഇവിടെ യോജിപ്പിക്കേണ്ടത്, അത് യഖ്റഉ എന്നാണ്. അപ്പോൾ ഇന്ന അബി യഖ്റഉ, തീർച്ചയായും എൻ്റെ പിതാവ് ഓതുന്നു അല്ലെങ്കിൽ ഓതും എന്നൊക്കെ പറയാം. ഇനി 5ാമത്തത് ഇയ്യാക്ക നഅ്ബുദു എന്നതിൽ ഹംസ. ഇയ്യാക്ക നഅ്ബുദു എന്നതിൽ ഹംസ. ഈ ഹംസ ഉണ്ടല്ലോ, ഇയ്യാക്ക, ഇത് കൂട്ടി ഓതുകയാണെങ്കിലും ഈ എന്ന് പറയണം, അത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിലും ഈ എന്ന് പറയണം. അപ്പോൾ തുടക്കത്തിലാണെങ്കിലും ചേർത്തി ഓതുമ്പോഴൊക്കെ പറയുന്ന ഹംസയ്ക്ക് നമ്മൾ പഠിച്ചത് എന്താണ്? ഹംസത്തുൽ ഖത്ത് ആണ്. അപ്പോൾ ഇവിടെ ഹംസത്തുൽ ഖത്ത് എന്ന് എഴുതാം. നേരത്തെ ഹംസത്തുൽ വസ്ലാണ് വന്നിരുന്നത്. ഇതാണ് 5ാമത്തെ എൻ്റെ ആൻസർ. ഇനി അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ മുസന്ന വൽ ജംഅ വൽ മുഫ്രദ മുത്തക്കല്ലിം. എന്തൊക്കെ ഇവിടെ എഴുതേണ്ടത്? മുസന്ന എഴുതണം, പിന്നെ ജംഅ എഴുതണം, പിന്നെ മുഫ്രദ് മുത്തക്കല്ലിമു എഴുതണം. ഏതൊക്കെയാണ് ഫീലുള്ളത്? 1 ദഹബയാണ്. ദഹബ അതൊരു മാളിയായ ഫീലാണ് അല്ലേ? മാളിയായ ഫീലാകുമ്പോൾ നമ്മൾ മുസന്നാക്കാൻ എന്താണ്? ആ ഫീലിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു അലിഫ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ അത് ജംആക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു വാവ് ചേർത്ത് കൊടുത്താൽ മതി. മാളിയാണെങ്കിലാണ് പറഞ്ഞത്, വാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിൽ ലാസ്റ്റ് ഒരു തൂന്ന് ചേർത്ത് കൊടുത്താൽ മതി, തു. അപ്പോൾ ദഹബ അതും മുസന്ന എങ്ങനെ വരിക? ഒരലിഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദഹബ എന്നായി, അലിഫ് ചേർത്തല്ലോ. ഇനി അതിന് ജം ആവുമ്പോൾ ദഹബു ലാസ്റ്റ് വാവ് ചേർക്കുക. ദഹബു വാവ് അലിഫുമാണെങ്കിൽ ചേർക്കുക. മുഫ്രദ് മുത്തക്കല്ലിമാവുമ്പോൾ
ലാസ്റ്റ് താ ചേർത്ത് കൊടുക്കുക. താ പറഞ്ഞാൽ തു എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയായി? ദഹബത്തു എന്നായി. ദഹബത്തു. അപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. ദഹബ അവർ 2 പേര് പോയി. ജം ആവുമ്പോൾ ദഹബു അവരെല്ലാവരും പോയി. പിന്നെ മുഫ്രദ് മുത്തക്കല്ലിമാവുമ്പോൾ എങ്ങനെ അർത്ഥം വരിക? മുഫ്രദാണ്, ഞാൻ പോയി എന്നാണ്. മുഫ്രദ് മുത്തക്കല്ലിമ ഞാൻ പോയി. ഇനി അത് ജം മുത്തക്കല്ലിമാണെങ്കിൽ ഞങ്ങൾ പോയി എന്നാണ് വരിക. അപ്പോൾ ഒന്നാമത്തെ ദഹബ കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് തൽ അബീനയാണ്. തൽ അബീന എന്ന് പറഞ്ഞാൽ മുലാരി ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മുലാരി ആണെങ്കിൽ എന്താണ്? അലിഫ് മാത്രം പോരാ, അലിഫും ഒരു കസറുള്ള നൂനും ചേർത്ത് കൊടുക്കണം. എന്താ രണ്ടാമത്തത്? തൽ അബീന, അത് മുലാരിയാണ്. ഇത് വേറെ കളറിൽ മനസ്സിലാവാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? മുലാരി മുസന്നയാക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവസാനം ഒരു അലിഫും കസറുള്ള നൂനും ചേർത്ത് കൊടുക്കുക. അത് ജം ആക്കാനാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു ന എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എൽ അബു എൽ അബാനി എൽ അബൂന, തൽ അബു തൽ അബാനി എൽ അബുന കഴിഞ്ഞ് പിന്നെ അടുത്തതാണ് വരുന്നത് തൽ അബു തൽ അബാനി തൽ അബൂന തൽ അബീന. ഇവിടെ ഉണ്ട് തൽ അബീന. ഇനി അലിഫു നൂൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? തൽ അബാനിയായി. തൽ അബാനി. ഇനി തൽ അബ്ന എന്നാണ് വരിക. തൽ അബ്ന. അപ്പോൾ ജം ആയി തൽ അബ്ന. ഇനി മുഫ്രദ് മുത്തക്കല്ലിമാകുമ്പോൾ ഫസ്റ്റ് ആ എന്ന് ചേർത്ത് കൊടുക്കുക. നേരത്തെ മാളിയാണെങ്കിൽ അവസാനമാണ് ചേർക്കേണ്ടത്, അതിനെ തൂന്നാണ് ചേർക്കേണ്ടത്. മുലാരി ആകുമ്പോൾ ആദ്യമാണ് ചേർക്കേണ്ടത്. അത് എന്താണ്? ആ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ അൽ അബു എന്നാണ് വരിക. ലൈബുമെന്ന് വരുന്നതാണല്ലോ, എൽ അബുമെന്ന് വരുന്നതാണത്. അപ്പോൾ അൽ അബു എന്നാണ് വരിക. അൽ അബു. പിന്നെ അത് ജമ്മാണെങ്കിൽ അൽ അബു എന്ന് വരും. മനസ്സിലായല്ലോ? അതിങ്ങനെ പൂരിപ്പിക്കാം. ഇനി അടുത്തത് വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. 4ാമത്തെ ആക്ടിവിറ്റി വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. ഇവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടയാളം എഴുതാനാണ് അല്ലേ. ഒന്നാമത്തത് അൽ വഖഫു ഔല എന്നാണ്. അൽ വഖഫു ഔല എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അടയാളം ഏതാ? ഇതാണ് അടയാളം. ഖില എന്നുള്ള, നമുക്ക് ഖില എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അൽ വഖഫു ഔല എന്നുള്ളതിൻ്റെ അടയാളം. ഇനി അടുത്തത് വഖഫ് ജായിസാണ്. വഖഫ് ജായിസ് പറഞ്ഞാൽ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം, ഒരേപോലെയാണ് എന്ന്. അതിൻ്റെ അടയാളം ജീമാണ്. ജായിസ് ജീം, അങ്ങനെ മനസ്സിൽ ഓർത്തെടുത്താൽ മതി. വഖഫ് ജായിസ് ജീം. പിന്നെ വഖഫ് മുത്ലഖാണ്. വഖഫ് മുത്ലഖ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. അപ്പോൾ അതേതാണ്? മുത്ലഖ് ത്വാ ആണ് അതിൻ്റെ അടയാളം. മുത്ലഖ് ത്വാ, അതങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അൽ വസ്ലു ഔല. നേരത്തെ അൽ വഖഫു ഔല എന്ന് പറഞ്ഞാൽ ഖില, വഖഫ് ഖില. വസ്ല് സ്വില എന്ന് മനസ്സിലാക്കുക. സ്വില. അൽ വസ്ലു ഔല എന്ന് പറഞ്ഞാൽ പിന്നെ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിൻ്റെ അടയാളം. സ്വില എന്നുള്ളതാണ്. പിന്നെ വഖഫ് മുജവ്വസാണ്. വഖഫ് മുജവ്വസിന് സായാണ്. വഖഫ് മുജവ്വസ് എന്ന് പറഞ്ഞാൽ പിന്നെ ചേർത്തി ഓതലാണ് നല്ലത് എന്നാണ്. വഖഫ് ജായിസ് ആണെങ്കിലോ മുജവ്വസ്, വഖഫ് ജായിസ് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അത് പിന്നെ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം. ഇവിടെ വഖഫ് മുജവ്വസ്, ഈ വഖഫ് ജായിസും മുജവ്വസും, വഖഫ് ജായിസും മുജവ്വസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതുപോലെ തന്നെ വഖഫു പിന്നെ ഔല എന്നുള്ളതും വസ്ലു ഔല എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പോൾ സായാണ് അതിൻ്റേത്. ഇനി ലാ തഖിഫ്, നമ്മൾ ലാസ്റ്റിൽ പഠിച്ചല്ലോ, ലാ തഖിഫ് നിർത്തരുത്. അതിന് ലാ തഖിഫ് എന്നുള്ളതിന് ഒരു അലിഫ് ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ 5ാമത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? ഖറജു കാനു സഅലു അയ്യു അഫ്ആലിൻ ഹാദിഹി. ഖറജു കാനു സഅലു എന്നൊക്കെ പറഞ്ഞാൽ ഇത് അയ്യു അഫ്ആലിൻ ഹാദിഹി, ഇതൊക്കെ ഏത് ഫെയിലുകളാണ്? നമ്മൾ ഫെയിലുകൾ ഓരോന്നും അതിൻ്റെ സ്വീയകളൊക്കെ പഠിച്ചല്ലോ. സ്വീയക, ലഫ്ള് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എന്താണ്? ഖറജു അവർ എല്ലാവരും പുറപ്പെട്ടു, കാനു അവർ ആയിരുന്നു, സഅലു അവർ ചോദിച്ചു. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ജം ആണെന്ന് മനസ്സിലാക്കുക അല്ലേ. ജം ആണ്. പിന്നെ
പിന്നെ ഇതൊക്കെ എന്താണ് മുദക്കറാണ്, ആണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? കുല്ലുഹ, ഇതൊക്കെ നമ്മളങ്ങനെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. കുല്ലുഹ ഇവയെല്ലാം എന്താണ്? മാളിയാണ്. അപ്പോൾ ആദ്യം മാളിയാണോ മുലാരി ആണോ എന്ന് എഴുതാം. അഫ്ആലുൻ മാളിയത്തുൻ എന്നാണ്. അഫ്ആലുൻ മാളിയത്തുൻ. ഇനി ഏതിന് വേണ്ടിയിട്ടുള്ളതാണത്? ജംഇനെ സൂചിപ്പിക്കാനാണല്ലേ. ലിൽ ജംഇ, പിന്നെ ആണിനെ സൂചിപ്പിക്കാനായതുകൊണ്ട് മുദക്കരി എന്ന് പറയാം. ലിൽ ജംഇൽ മുദക്കരി. മനസ്സിലായോ? കുല്ലുഹ അഫ്ആലുൻ മാളിയത്തുൻ ലിൽ ജംഇൽ മുദക്കരി. ഇനി എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ പ്രയാസമായിരിക്കും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പോൾ അങ്ങനെ എഴുതാൻ അറിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെ എഴുതാം? ഫിഅല്, മാളി, ജംഅ്, മുദക്കർ, ഈ 4 കാര്യങ്ങൾ അതിലുണ്ടായാൽ തന്നെ അത് കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ? ഇതൊക്കെ ഫീലാണ്. അപ്പോൾ ഫീല് മാളിയാണോ മുദാരിയാണോ എന്ന് എഴുതുക? അത് മാളിയാണ്. അപ്പോൾ ഫീല് മാളി. പിന്നെ മുഫ്രദാണോ മുസന്നയാണോ ജം ആണോ? ഈ 3 ഏതെങ്കിലും എഴുതുക? ജം ആണ്. അപ്പോൾ ജം. പിന്നെ ആണാണോ പെണ്ണാണോ? മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണ്. അപ്പോൾ മുദക്കർ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടാൽ തന്നെ ഏകദേശം അതിൻ്റെ ആൻസറായിട്ട് വരും. കറക്റ്റായിട്ട് എഴുതേണ്ടത് കുല്ലുഹ അഫ്ആലുൻ മാളിയത്തു ലിൽ ജംഇൽ മുദക്കരി എന്നാണ്. കുല്ലുഹ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് സിമ്പിളാക്കിയിട്ട് ഫീല്, മാളി, ജംഅ്, മുദക്കർ എന്ന് എഴുതിയാലും എന്താണ് അങ്ങനെയെങ്കിലും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ അല്ലേ? ഖുർആനിൽ നമുക്കറിയാം 14 സ്ഥലങ്ങൾ തിലാവത്തിൻ്റെ ആയത്തുകളുണ്ട്. അത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനിയിപ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിന് പകരം 4 തവണ ചൊല്ലേണ്ട ആ ദിക്റുണ്ടല്ലോ, എന്താണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് അല്ലേ? എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി ഇവിടെ 6ാമത്തത് നുറത്തിബാണ്, തർത്തീബാക്കാൻ, ഓർഡറിലാക്കി കൊടുക്കാനാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. ഇവിടെ ഫിൽ ഖുർആനി, ഒന്നാമത്തത് ഫിൽ ഖുർആനി അൽ ബററ അൽ കിറാമി മാ സഫറത്തി അൽ മാഹിറു എന്നൊക്കെ ഉണ്ട്. നമ്മൾക്കറിയാം അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ് അല്ലേ? ഖുർആനിൽ നൈപുണ്യം നേടിയവർ പിന്നെ സഫറത്ത് എന്ന മലക്കളോട് കൂടെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആദ്യം അൽ മാഹിറു എന്നാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അൽ മാഹിറു അതാണ് ആദ്യമായിട്ട് വരിക. പിന്നെന്താ വരിക? അൽ മാഹിറു ഫിൽ ഖുർആനി എന്നാണ് രണ്ടാമത് വരിക. എന്താ? അപ്പോൾ അത് രണ്ടാമത് കൊടുക്കുക. അൽ മാഹിറു ഫിൽ ഖുർആനി എന്നാകും. പിന്നെ മഅസ്സഫറത്തിയാണ് മൂന്നാമത് വരിക. അതാണ് മൂന്നാമത് കൊടുക്കേണ്ടത്, മഅസ്സഫറത്തി. പിന്നെ നാലാമത്തത് അൽ കിറാമി എന്നാണ്, മഅസ്സഫറത്തിൽ കിറാമി എന്നാവും. അപ്പോൾ പിന്നെ അവസാനം അഞ്ചാമത് അൽ ബററ എന്നാണ് കൊടുക്കേണ്ടത്, അൽ ബററ. അപ്പോൾ എന്താവും? അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ എന്നാകും. ഇനി രണ്ടാമത്തെ നോക്കൂ, കത്തബത്തി, കത്തബത്തുന്ന, കത്തബത്തു, കത്തബത്തുമാ, കത്തബുന എന്നാണ്. നമ്മൾ കത്തബ എന്ന മാളി സർഫാക്കിയാൽ ആദ്യത്തെ 6 ഗായിബ് കഴിഞ്ഞു അല്ലേ? കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബുന അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഏതാണ് വരുന്നത്? അതിൻ്റെ മുഖാത്തബ് വരുന്നുണ്ട്. ഏതാണ്? കത്തബത്ത, കത്തബത്തുമാ, കത്തബത്തും അതിൻ്റെ മുദക്കർ. ഇനി മുഖാത്തബിലെ മുദക്കറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിൽ തന്നെ മുഖാത്തബിൻ്റെ മുഅന്നസ് കത്തബത്തി, കത്തബത്തുമാ, കത്തബത്തുന്ന എന്നാണ് വരുന്നത്. അത് 3. പിന്നെ അവസാനമുള്ള മുഫ്രദ് മുത്തക്കല്ലിം കത്തബത്തു എന്നും പിന്നെ ജംഅ് മുത്തക്കല്ലിം കത്തബുന എന്നുള്ളതുമാണ്. ഇവിടെ ആദ്യം കത്തബത്തി എന്ന് തന്നെയാണ് വരിക അല്ലേ? കത്തബത്തി, നീ ഒരു സ്ത്രീ എഴുതി എന്നുള്ളതാണ് വരിക. അപ്പോൾ 1. ഇനി കത്തബ് തുമാ എന്നാണ് വരിക. അടുത്തത് കത്തബ് തുമാ, നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. ഇനി കത്തബ് തുന്ന എന്നാണ് വരിക മൂന്നാമതായിട്ട്. കത്തബ് തുന്ന, നിങ്ങളെല്ലാ സ്ത്രീകളും എഴുതി എന്നർത്ഥം. ഇതാണ് മൂന്നാമത്തത്.
ഇനി ലാസ്റ്റത്തെ മുഫ്രദ് മുത്തക്കല്ലിമും ജമ്മു മുത്തക്കല്ലിമും. ഞാൻ എഴുതി, ഞങ്ങൾ എഴുതി. ഞാൻ എഴുതി എന്നുള്ളതിനിതാ കത്തബുത്തു, അതാണ് നാലാമതായിട്ട് വരിക. കത്തബുത്തു ഞാൻ എഴുതി. അവസാനത അഞ്ചാമത്തത് ഞങ്ങൾ എഴുതി എന്നുള്ള അർത്ഥത്തിലുള്ള കത്തബുന. അപ്പോൾ ഇങ്ങനെ വരും കത്തബുത്തി, കത്തബുത്തുമാ, കത്തബുത്തുന്ന, കത്തബുത്തു, കത്തബുന എന്നാകും. ഇനി അടുത്തത് ഏഴാമത്തത് നുസ്വരിഫു, സൊർഫാക്കാനാണ്. രണ്ട് ഫീലുകളുണ്ട്. ഒന്നാമത്തത് യു അല്ലിമു ആണ്. അല്ലമ മാലി, അതിൻ്റെ മുലാരി യു അല്ലിമു. അപ്പോൾ യു അല്ലിമു അതിൻ്റെ മുഫ്രദ്, അതിൻ്റെ മുസന്ന ഇവിടെ കൊടുക്കണം. മുസന്ന ആവുമ്പോൾ യു അല്ലിമാനി, മുലാരി ആയതുകൊണ്ട് അലിഫും നൂനും ചേർക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു അല്ലിമാനി. അതിൻ്റെ ജംഇന് യു അല്ലിമൂന, വാവും നൂനും ചേർക്കണം. യു അല്ലിമൂന, യു അല്ലിമു, യു അല്ലിമാനി, യു അല്ലിമൂന. ഇനി അതിൻ്റെ മുഅന്നസാണ് വരിക, തു അല്ലിമു ആണ് വരിക, തു അല്ലിമു. പിന്നെ അതിൻ്റെ മുസന്ന ആകുമ്പോൾ അലിഫും നൂനും ചേർത്ത് കൊടുക്കുക, തു അല്ലിമാനി. യു അല്ലിമു, യു അല്ലിമാനി, യു അല്ലിമൂന, തു അല്ലിമു, തു അല്ലിമാനി, യു അല്ലിംന എന്നിവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ. ഇനി അതിൻ്റെ താഴെ വരുന്നത് തു അല്ലിമു, തു അല്ലിമാനി, മുസന്ന തു അല്ലിമാനി. പിന്നെ തു അല്ലിമൂനയാണ് ഇവിടെ വരിക, തു അല്ലിമൂന. ഇതെന്താണ്? മുഖാത്തബാണ്. യു അല്ലിമു, യു അല്ലിമാനി, യു അല്ലിമൂന, തു അല്ലിമു, തു അല്ലിമാനി, യു അല്ലിംന എന്നുള്ളത് ഗായിബാണ്. പിന്നെ തു അല്ലിമു, തു അല്ലിമാനി, തു അല്ലിമൂന, തു അല്ലിമീന, ഇതൊക്കെ എന്താണ്? മുഖാത്തബാണ്. തു അല്ലിമീന, തു അല്ലിമീന. പിന്നെ അത് മുഫ്രദ് മുഅന്നസാണ്, അതിൻ്റെ മുസന്ന മുഅന്നസ് തു അല്ലിമാനി എന്ന് വരും. തു അല്ലിമാനി. പിന്നെ അതിൻ്റെ ജംഇത തു അല്ലിംന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തു അല്ലിമു, തു അല്ലിമാനി, തു അല്ലിമൂന, തു അല്ലിമീന, തു അല്ലിമാനി, തു അല്ലിംന എന്നാവും. ഇനി അടുത്തത് നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അതിലൊന്നാമത്തത് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാമാരാണ്. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ ഒരു ഇമാമിനെയും കൂടി കൊടുത്തയച്ചിരുന്നല്ലോ, പറഞ്ഞയച്ചിരുന്നു. ആരാണ് അത്? അബൂ അബ്ദുറഹ്മാനി സലമി എന്നവരാണ്. അബൂ അബ്ദുറഹ്മാനി സലമി എന്നവരെയും പറഞ്ഞയച്ചിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെഴുതാം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ, ഖുർആനൊക്കെ ഒരുമിച്ച് കൂട്ടാൻ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാ സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നവരാണ്. ഈ സെയ്ദ് ബിനു സാബിത്ത് എഴുതുമ്പോൾ സെയ്ദ് ബിനു ഹാരിസ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണേ. ഏകദേശം ഒരേ പോലെ പേരാവുന്നത് കൊണ്ട് മാറുന്നത് ശ്രദ്ധിക്കണം. സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് നബിയുടെ പ്രധാന എഴുത്തുകാരൻ. മൂന്നാമത്തത് മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റത്തി. ഇത് ലിസാനിലെ ചോദ്യമാണ്. മാദാ കാന ഇസ്മുൽ മദീനത്തി, മാദാ കാന എന്തായിരുന്നു? മാദാ കാന എന്തായിരുന്നു? ഇസ്മുൽ മദീന, മദീനയുടെ പേര്. ഖബ്ലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ്. അപ്പോൾ ഇങ്ങനെ വരിക, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ് എന്നാണല്ലോ. യസ്രിബ് എന്നാണ് മദീനയുടെ മുമ്പ്, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേര്. ഇനി അടുത്തത് ഒമ്പതാമത്തത് നുഅരിബ്, അറബിയാക്കാനാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. അതിൻ്റെ അറബി നമ്മൾ പഠിച്ചേക്കുന്നു. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. അതിൻ്റെ കൂടെ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണയുള്ളവരാവാൻ വേണ്ടി എന്നും കൂടി ഉണ്ട്. പക്ഷെ അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ അതിനനുസരിച്ച് കണ്ട് എഴുതിയാൽ മതി. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. അതുവരെ ഇത് അതാണ് അതിൻ്റെ അറബി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു എന്നുള്ളതിന് ആഷ എന്നാണ് പറയുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം ഫീൽ എഴുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സെൻറ്റൻസൊക്കെ വരുമ്പോൾ ഫീൽ ആദ്യം കൊടുക്കുക, പിന്നെ അത് ചെയ്ത ഫായിലിനെ കൊടുക്കുക, പിന്നെ മഫൂൽ കൊടുക്കുക. അപ്പോൾ ഏകദേശം ഓർഡറായി വരും. ആഷ ജീവിച്ചു. ആരാണ് ജീവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആഷൻ നബിയു എന്ന് എഴുതുക.
ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. എവിടെ ജീവിച്ചത്? ഫിൽ മദീനത്തി, മദീനയിലാണ്. അപ്പോൾ അടുത്തത് അത് കൊടുക്കുക. ഫിൽ മദീനത്തി. ഇനി എത്ര വർഷം? 10 വർഷം എന്നുണ്ട്. 10 വർഷത്തിന് എന്താ പറയുക? 10 സിനീൻ എന്നാണ് പറയുക. അപ്പോൾ എന്തായി? ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു എന്നാവും. ഇനി 10ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു, പൂരിപ്പിക്കാനാണ്. ഇവിടെ വ ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള ഡാഷ് അവസാനം ഡാഷ് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ കൊടുത്തതൊക്കെ പാടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. ഈ ചൊല്ലൽ സുന്നത്താണ് പിന്നെ അവസാനം എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്. ഏതോ ഒരു സൂറത്ത് മുതൽ ഏതോ ഒരു സൂറത്ത് വരെയുള്ള സൂറത്തുകൾ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതാണ്? വല്ലുഹ മുതലാണ്. അപ്പോൾ ഇവിടെ വല്ലുഹ എന്ന് കൊടുക്കുക. വല്ലുഹ മുതൽ ഏത് വരെയാണ്? നാസ് വരെയാണ്. അപ്പോൾ ഇവിടെ അന്നാസ് എന്ന് കൊടുക്കുക. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള ഡാഷ് അവസാനം അല്ലേ. അപ്പോൾ സൂറത്തുകളുടെ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. സൂറത്തുകളുടെ അവസാനം എന്നായി. എന്ത് ചൊല്ലൽ സുന്നത്താണ്? തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ തക്ബീർ എന്നിവിടെ കൊടുക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റായി. എങ്ങനെ? വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തജ്വീദിലഞ്ഞി പിന്നെ ലിസാൻ്റെത അഹ്ലുൽ മദീനത്തി, മദീനക്കാർ ഡാഷ് യുറഹിബൂന അല്ലേ, സ്വാഗതം ചെയ്യുന്നവർ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പദമാണ് അവിടെ കൊടുക്കേണ്ടത്. ആരെ സ്വാഗതം ചെയ്തിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്? നബിതങ്ങളെയാണ്. അപ്പോൾ അതിവിടെ കൊടുക്കണം. എപ്പോഴായി സ്വാഗതം ചെയ്തിരുന്നത്? മദീനയിലേക്ക് വന്ന സമയം. അപ്പോൾ അഹ്ലുൽ മദീനത്തി കാനു എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. കാനു യുറഹിബൂന, അവർ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു, അല്ലെങ്കിൽ സ്വാഗതം ചെയ്തിരുന്നു എന്നും പറയാം. ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. ആരെ? ബിൻ നബി, നബിയെ, ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കൂടി കൂട്ടുക. പിന്നെ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ? ഹീന ഇലൽ മദീന, മദീനയിലേക്ക് വരുന്ന സമയം എന്നല്ലേ. അപ്പോൾ യഖ്ദുമു എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി? അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന, മദീനയിലേക്ക് വരുന്ന സമയം നിബിതങ്ങളെ അവർ മദീനക്കാർ നിബിതങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു എന്നർത്ഥം വരും. അവസാനത്തത് നക്തുബുൽ മാന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നക്തുബുൽ മാന അർത്ഥം ഇതാനാണ് അല്ലേ. ഐഖല, യഖിലും പഠിച്ചിട്ടുണ്ട്, ഐഖലയും പഠിച്ചിട്ടുണ്ട്. യഖില എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ്. ഐഖല എന്ന് പറഞ്ഞാൽ ഉണർത്തി എന്നാണ്. ഉണരലും ഉണർത്തലും വ്യത്യാസം ഉണ്ടല്ലോ. ഉണർത്തി അർത്ഥം എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക, അറബി മലയാളം തന്നെ കൊടുക്കുക. ഉണർത്തി. മുസ്തമ എന്താണ്? മുസ്തമ എന്നുള്ള വാക്ക് ആദാബ് മുസ്തമിയാണല്ലേ. മുസ്തമിയ, ആദാബു മുസ്തമിയിൽ ഖിറാഅ നമ്മൾ പഠിച്ചല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഐഖള എന്ന് പറഞ്ഞാൽ ഉണർത്തി, മുസ്തമിഉ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.